എൻ്റെ നിയോജക മണ്ഡലത്തിലെ ഒരു കാര്യം ഞാൻ പറഞ്ഞു. നമ്മൾ അവിടെ ഒരു താലൂക്ക് ആശുപത്രിയുണ്ട്. അതിൽ കുട്ടികളുടെയും സ്ത്രീകളുടെയും ആ കെട്ടിടം പൊളിച്ചു. നബാർഡിൽ പ്രവൃത്തി ആരംഭിക്കാൻ ടെൻഡറും ചെയ്തു. അപ്പം നബാർഡിന്റെ കാലാവധി തീർന്നു. മുഖ്യമന്ത്രി അടക്കം എടുത്ത യോഗത്തിൽ തീരുമാനിച്ചത് അത് ബഡ്ജറ്റിൽ കൊണ്ടുവരാമെന്നാണ്. അതിനുവേണ്ടി ആരോഗ്യവകുപ്പ് ശ്രമിച്ചു. അതിനുവേണ്ടി ചീഫ് സെക്രട്ടറി അടക്കം ശ്രമിച്ചു. പക്ഷേ ആ തുക വെച്ചിട്ടില്ല. ഞാനതിവിടെ ആവശ്യപ്പെട്ടതാണ്. സർ, ഇത് എന്റെ മാത്രം ജോലിയല്ലല്ലോ. ആരോഗ്യ വകുപ്പിന് വേണ്ടിയിട്ടുള്ള താലൂക്ക് ആശുപത്രിയുടെ പണം ബഡ്ജറ്റിൽ വെക്കാനുള്ള കാര്യങ്ങൾ നീക്കേണ്ടത് ആരോഗ്യ വകുപ്പാണ്. അപ്പൊ ആരോഗ്യ വകുപ്പിന് തന്നെ താലൂക്ക് ആശുപത്രി പൊളിച്ചിട്ടതിൽ യാതൊരു മനസങ്കോചവും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ട് എന്താ ഇവിടെ കാര്യം? സർ, ഇതേപോലെ പല സ്ഥലത്തും പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോ അവിടെ തീർന്ന പ്രവൃത്തി ഉദ്ഘാടനത്തിന് വേണ്ടി ഞങ്ങൾ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് പലതവണ പറഞ്ഞു. അപ്പൊ എപ്പോ പറയുമ്പോഴും ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യാന്നാ പറയുന്നത്. ഇപ്പൊ അവിടുത്തെ ആളുകൾ പറയുന്നത് ശരി, നിങ്ങൾ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തോ, ഞങ്ങൾ വീട്ടിലിരുന്ന് ഓൺലൈനിൽ കൈയടിച്ചോളാന്നാ പറയുന്നത്. സർ, ഓൺലൈനിൽ ഒരാൾ പറയുമ്പോൾ പിന്നെന്തിനാ നമ്മൾ വെറുതെ അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യം? അപ്പൊ ഈ ഓൺലൈൻ ഉദ്ഘാടനം ഒന്ന് അവസാനിപ്പിക്കണം. അത് കോവിഡ് കാലത്ത് നമ്മൾ അനുവദിച്ചു തന്ന ഒരു ആനുകൂല്യമാണ്. അത് വെച്ചുകൊണ്ട് കാലാകാലം ഇനി ഓൺലൈനിലുള്ള ഉദ്ഘാടനം അവസാനിപ്പിച്ച് അവിടെ എന്താ നടക്കുന്നതെന്നൊന്ന് നോക്കാം. സർ, ഐസൊലേഷന് വേണ്ടിയിട്ട് നമ്മൾ 1 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പൂട്ടിയിട്ടിരിക്കുക. ഞാൻ നിങ്ങൾ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ താക്കോല് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തുറക്കാൻ പറ്റില്ല. അപ്പൊ 2 വർഷം മുമ്പ് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ആ സ്ഥാപനം 1 കോടി രൂപ ഒരു ക്രിമിനൽ വേസ്റ്റ് ആയിട്ട് പൂട്ടിയിട്ടിരിക്കുന്ന സാഹചര്യമാണ്. മിക്ക സ്ഥലത്തുള്ള ഐസൊലേഷൻ പുതിയ കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്തതിന്റെ അവസ്ഥ എന്താണെന്ന് സ്പീക്കർ എന്നെ ഒന്ന് അന്വേഷിക്കണം എന്ന് ബഹുമാനപ്പെട്ട സ്പീക്കറോട് ഞാൻ പറയാണ്. സർ,